കേറാം. കയറിയാലും ഇല്ലെങ്കിലും ഇന്നത്തോടെയെല്ലാം തീരും. നാടും നാട്ടുകാരുമെല്ലാം നമുക്കെതിരാകും. മലർവാടി ആർട്സ് ക്ലബ് എന്നേക്കുമായി നഷ്ടപ്പെടാം. രാഘവന്റെ ചതി നമ്മൾ മുൻകൂട്ടി കാണേണ്ടതായിരുന്നു. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പോയ ബുദ്ധി ആന വലിച്ചാലും വരില്ലെന്ന് കേട്ടിട്ടില്ലേ? ഒന്നിച്ചൊരു കാര്യം ചെയ്യാൻ ഇറങ്ങിയിട്ട് അവസാനം ഇങ്ങനെയാകുമെന്ന് വിചാരിച്ചില്ല അല്ലേ? എങ്ങനെയായാലും എന്താ പ്രകാശ, അടി കൊള്ളാനാണെങ്കിലും കൊടുക്കാനാണെങ്കിലും നമ്മൾ ഒന്നിച്ചല്ലടാ. അപ്പൊ നാളെ കാണാം. നിന്നെ എനിക്ക് കാണാണ്ട കള്ള പന്നി. നിന്റെ ഒറ്റ നിർബന്ധം കൊണ്ടാ ഞാൻ ഈ തല്ലിപ്പൊളി സിനിമയ്ക്ക് വന്ന്. 50 ഉറുപ്പിയും പോയി ഉറക്കും പോയി. നാളെ കാലത്ത് പണിക്ക് പോണതാ. എടാ ഞാൻ പോടാ വാടാ, അവനൊന്നും കലാബോധം ഇല്ലെന്നേ. നിക്ക് ആരാത്? ഈ പാതിരാത്രിയിൽ ഇതാരാ? കുമാരേട്ടന്റെ വിട്ടുമുറ്റത്ത്. ഒരു കാര്യം ചെയ്, ഗംഗനും രവി അധികം ദൂരത്തെത്തി കാണില്ല, പെട്ടെന്ന് വിളിച്ചോണ്ടോ. എന്തായി? ഒരു പിടിയും കിട്ടുന്നില്ല. അയാളിപ്പോ സഞ്ജിന്നൊരു പൊതിയെടുത്ത് നിലത്ത് വെച്ചു. ആലോചിച്ചൊന്നൊരു കാര്യമില്ല. ഇവൻ അങ്ങനെ അയ്യോ, എന്നെ കൊല്ലരുത്, എന്നെ കൊല്ലരുത്. പാർട്ടി ചർച്ച ചെയ്യാനും നടപടിയെടുക്കാനും മാത്രം ഇവിടെ ഇപ്പൊ എന്താ പ്രശ്നം ഉണ്ടായേ? 2 ചെമ്പ് തകിടും ഒരു കോഴിത്തലയും എന്റെ മുറ്റത്ത് കുഴിച്ചിട്ടാ എനിക്കെന്ത് സംഭവിക്കാനാ? കുമാരേട്ട, ഇതത്ര നിസ്സാരമായി കാണരുത്. രാഘവൻ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല. ശത്രു സംഹാര പൂജയാണ് ചെയ്തിരിക്കുന്നത് കുമാരേട്ടനെ കൊല്ലാൻ. പാർട്ടിക്ക് ഈ ശത്രു സംഹാര പൂജയിലൊക്കെ വിശ്വാസം ഉണ്ടോ സുശീല? എടോ, ഈ കാര്യത്തിൽ പാർട്ടി ഇടപെടേണ്ട കാര്യമില്ല. നമ്മുടെ മലർവാടിയിലെ പിള്ളേരിങ്ങ് എത്തിയാ മതി. രാഘവൻ നിലം തൊടൂല. അവന്റെ കോഴത്തിലെ വേവിച്ച് സൂപ്പാക്കും അവന്മാര്. നിങ്ങളാരും അവന്മാരോട് ഒരു അക്ഷരം വേണ്ടി പോരുത്. ആരുടെ തലയിലാ കയറേണ്ടത് നോക്കി കിടക്കുന്ന ഭ്രാന്തന്മാരാ. ഈ ഭ്രാന്തന്മാരെ കുറിച്ചല്ലേ ഭാവിയിൽ വലിയ കലാകാരന്മാരാവുന്നു കുമാരേട്ടൻ പറഞ്ഞുകൊണ്ട് നടന്നത്. അക്കാര്യത്തേക്ക് സംശയമൊന്നുമില്ല. അത് ശരിയാ. ആ വിചാരത്തിലാണല്ലോ അവന്മാർക്ക് തബലയും ഗിത്താറൊക്കെ വാങ്ങിച്ചു കൊടുത്ത് കട ഈ കോലത്തിലാക്കിയത്. ആ ക്ലബിലിരിക്കുന്ന മുറി നമ്മുടെ ചിട്ടിക്കമ്പനിക്കാരൻ വാസു പണ്ട് എത്ര തവണ ചോദിച്ചതാ, അന്നത് കൊടുത്തില്ല. കുട്ടികളെ കലാവാസന പ്രോത്സാഹിപ്പിക്കണം എന്ന് പറഞ്ഞ് ചിൽഡ്രൻസ് ക്ലബ്ബ് തുടങ്ങി. പിള്ളേര് വലുതായപ്പോ അത് ആർട്സ് ക്ലബ്ബാക്കി മാറ്റി. വല്ല കാര്യമുണ്ടോ? ഇവന്മാർ കോളേജിൽ നിന്ന് ഇറങ്ങിയിട്ട് ഏതാണ്ട് 1 കൊല്ലം കഴിഞ്ഞു. ഏതെങ്കിലും അടുത്ത ജോലിക്ക് പോകുന്നുണ്ടോ? ഇപ്പൊ പാട്ടും പരിപാടിയും ഇല്ലാന്ന് മാത്രമല്ല, നമ്മുടെ കലാകാരന്മാർ മുഴുവൻ പാർട്ടിയുടെ പേര് പറഞ്ഞ് അടിപിടി വേളായിട്ട് നടക്കുക. നീ മിണ്ടാണ്ടിരിക്കടാ. ചെറുപ്പക്കാരാവുമ്പോ കുറച്ച് വിപ്ലവമൊക്കെ കാണും. അത് വേണം. വിപ്ലവത്തിന്റെ കാലമൊക്കെ കഴിഞ്ഞു ശങ്കര. ഇപ്പൊ വെറും അക്രമം മാത്രം. നമ്മളെപ്പോലെ കുറച്ച് വയസ്സന്മാരുടെ മനസ്സിനകത്തേ ഉള്ളൂ വിപ്ലവം. ശരീരത്തിന്റെ ഒരു ഭാഗം പോലും ബാക്കി വെച്ചിട്ടില്ല.
2 മിനിറ്റ് കൊണ്ട് ഇങ്ങനൊരു മനുഷ്യന്റെ പരിപ്പെടുക്കാൻ പറ്റുമോ? പിള്ളേര് കൊള്ളാം. നിനക്ക് വിഷമം കാണുമെന്ന് എനിക്കറിയാം. ഡോക്ടർ എന്താടാ പറഞ്ഞത്? ഒടിയാതെയും ചതയാതെയും ഏതെങ്കിലും ഭാഗം എന്റെ ശരീരത്തിൽ ബാക്കിയുണ്ടോ? ഉണ്ടല്ലോ. ഏതാ? നഖവും മുടി. ആ കുമാരേട്ടൻ ഇല്ലാണ്ടായിട്ട് മുതലാളിക്ക് എന്ത് കിട്ടാനാ? എടാ, പെണ്ണും പെടക്കോഴി ഇല്ലാത്ത കുമാരൻ മരിച്ച അവന്റെ സ്വത്ത് മുഴുവൻ ആർക്കാ? അവന്റെ ഒരേ ഒരു ബന്ധുവായ എനിക്ക്. മനശ്ശേരി കവലയിൽ സ്ഥലത്തിനും കെട്ടിടത്തിനും ഒക്കെ ഇപ്പൊ എന്താ വില എന്നറിയോ? എന്താ വില മുതലാളി? നമ്മള് പറയുന്നതാ വില. പക്ഷെ കൂടോത്രത്തിന്റെ കാര്യം പാട്ടായ സ്ഥിതിക്ക് ഇപ്പൊ കിട്ടിയതിനേക്കാളും വലുത് ഇനി വരാനിരിക്കുന്നല്ലേ ഉള്ളൂ എന്ന് ആലോചിക്കുമ്പോഴാ. വരാനിരിക്കുന്നതോ? അതേതാടാ? അല്ല, മലർവാടിയിലെ പിള്ളേരെ. കൊന്നമ്പാറയിലെ നമ്മുടെ സഖാവിന്റെ പ്രതിമയ്ക്ക് കല്ലെറിഞ്ഞാ പിന്നെ നമ്മൾ പ്രതികരിക്കണ്ടേ? ഉടനെ വിളിച്ചു ഞാൻ ഏരിയ കമ്മിറ്റിക്ക്. സെക്രട്ടറിക്ക് ഞാൻ പറഞ്ഞപ്പോഴാ സംഗതിയുടെ ഗൗരവം മനസ്സിലായത്. ഉച്ചയായപ്പോഴേക്കും ഹർത്താൽ പ്രഖ്യാപിച്ചു. അല്ല, അത് പിന്നെ അങ്ങനെ വേണമല്ലോ. ഒരു മിനിറ്റ്, കൂട്ടാനല്ലേ ഇതടിക്കുവോ? ഉറപ്പല്ലേ? അടിക്കൂലെന്നല്ലേ? ആ പറ. നമ്മുടെ പാർട്ടി ഒരു ഹർത്താൽ പ്രഖ്യാപിച്ചാൽ ആരാണ് ദാസ കട തുറക്കുക? മനശ്ശേരിയിൽ നാളെ ഒരു ഈച്ച പോലും പറക്കില്ല. നിങ്ങൾ അവിടുത്തെ കാര്യങ്ങൾ നോക്കൂ. ഇവിടെ അണികൾ അങ്ങനെ നിരന്ന് നിൽക്കില്ലേ? എന്താടോ ഇത്? 10 മണിക്കല്ലേ ആലോചനാ യോഗം വിളിച്ചത്? ഇപ്പൊ 10:30 ആയില്ലേ? ബാക്കിയുള്ളവരൊക്കെ എവിടെ? എന്ത് ചെയ്യാനാ സുധാകരേട്ടാ? ആ 2020 ക്രിക്കറ്റ് മാച്ച് തീരാതെ ഒരുത്തനും വാഴശാലയെന്ന് പുറത്തിറങ്ങൂല. തൽക്കാലം നമുക്ക് 3 പേർക്കും കൂടി ആലോചന തുടങ്ങിയാലോ? താനൊന്നും മിണ്ടാതിരിക്കടോ. വന്ന് ആർക്കും പാർട്ടിയെ പേടിയില്ലണ്ടായോ? പാർട്ടിയെ പേടിക്കുന്ന എന്തിനാ സുധാകരേട്ടാ? പാർട്ടിയെ സ്നേഹിക്കല്ലേ വേണ്ടത്? തന്നോടാ മിണ്ടാതിരിക്കാൻ പറഞ്ഞത്. പാർട്ടി പറയുന്ന സമയത്ത് ആലോചനാ യോഗത്തിന് വന്നില്ല എന്ന് പറയുന്നത് അച്ചടക്ക ലംഘനമാണ്. ഇത് ഞാൻ അവരോട് പറഞ്ഞു സുധാകരേട്ടാ. അപ്പൊ KP സതീശൻ പറയാ അച്ചടക്കം ലംഘിച്ച കൂടി വന്ന തരം താത്തുകല്ലേ ഉള്ളൂ എന്ന്. എനിക്ക് ഉത്തരം മുട്ടിപ്പോയി. പഴയതുപോലെയല്ല, വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെയാണ് നമ്മളിപ്പോ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ മലർവാടിയിലെ പിള്ളേരോടെ പോയി കിടക്കുക. അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലൊന്നും അവന്മാരില്ല. പല സ്ഥലത്തും ഞാൻ വിളിച്ചു. പിന്നെ ഈ നോട്ടീസ് ഒട്ടിക്കലൊക്കെ വേണമെങ്കിൽ ആ വത്സന്റെ കടയുടെ പിറകിലുള്ള അണ്ണാച്ചിമാരെ കൽപ്പിക്കാം. അവരാകുമ്പോ വല്ല പൊറാട്ടയും ബീഫും ഒക്കെ വാങ്ങിച്ചു കൊടുത്താൽ മതി. അരിയും പച്ചക്കറിയും കോഴിയൊക്കെ കൊണ്ടുവരുന്നത് പോലെ ഇനി അണികളെയും തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ടി വരുമെന്നാ തോന്നുന്നത്. കഷ്ടം. സുധാകരേട്ടാ, കാര്യങ്ങളൊക്കെ കുഴിയുന്ന തോന്നുന്നു. അണികളൊന്നും സ്ട്രോങ് അല്ല, അറിയാലോ. ആ രാഘവൻ കട തുറക്കാൻ പോവാത്രേ. മെനിഞ്ഞാന്ന് രാത്രി നമ്മുടെ പാർട്ടിക്കാർ അയാളെ തല്ലിയല്ലോ. അതിന്റെ പ്രതിഷേധത്തിലാ ആ KSS ഗുണ്ടകളുണ്ട് സപ്പോർട്ടിന്. പിന്നെ ആ സരസ്വതി വിലാസം സ്കൂളിന്റെ ഹെഡ് മാഷ്, അയാൾ വലിയ വാശിയില്ല. സ്കൂൾ തുറന്ന് പ്രവർത്തിക്കുന്ന പറയുന്നേ. ഒരുത്തനും ഒരു പുല്ലും ചെയ്യില്ല. നമ്മുടെ പിള്ളേരെ മുഴപ്പിലങ്ങാട് പോലീസ് സ്റ്റേഷൻ ഉള്ളതായിട്ട് എനിക്ക് വിവരം കിട്ടി. റിലീസ് ചെയ്യാനുള്ള ഏർപ്പാടും ചെയ്തിട്ടുണ്ട്. അവന്മാരിങ്ങ് എത്തട്ടെ.
എന്റെ പ്രകാശ, നിങ്ങൾ എത്തിയല്ലോ. 2 കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. രാഘവന്റെ കട, സരസ്വതി വിലാസം സ്കൂൾ. ചെല്ല്. പ്രകാശ, എന്താ? പിന്നെ നിങ്ങൾ ഇവിടെ ഇല്ലാത്ത സമയത്ത് ഒരു ചെറിയ പ്രശ്നം നടന്നു. നീ എടുത്തിയാടിയൊന്നും ചെയ്യരുത്. മിനഞ്ഞാന്ന് രാത്രി കുമാരേട്ടനെ ആ രാഘവൻ അപായപ്പെടുത്താൻ ശ്രമിച്ചു. അളിയാ, റോഡിലെങ്ങും ആരുമില്ല. നമുക്ക് 10 ഓവർ വെച്ച് കളിക്കാം. നീ ആ ഷമീറിനെ സാദിഖിനെ ഇവിടെ വിളിക്കും. ശേഖര, ഒന്ന് ഞാൻ ഒഴിച്ചു, നീ ഒഴിച്ചിട്ട് വാ. അതിനല്ല, ഒന്നങ്ങോട്ട് ഒരു കാര്യം. അതെ, പേരൂരി 5 ഗുണ്ടകളെ കൊണ്ട് വരാന്ന് നീ വാക്ക് പറഞ്ഞത് കൊണ്ടാ ഞാൻ കടയുടെ ചാവിയായിട്ട് വന്നത്. തൈക്കോട്ട് ബസ് സ്റ്റോപ്പിൽ ദാ നീ ഈ നത്തിനെയും കൊണ്ട് നിൽക്കുന്നത് ദൂരെ എന്ന് കണ്ടപ്പോഴേ എന്റെ നെഞ്ചൊന്ന് പാളി. പിന്നെ മലർവാടിയിലെ പിള്ളേര് നാട്ടിലില്ലാന്ന് കേട്ടതിന്റെ ഒറ്റ ധൈര്യത്തിലാ ഞാൻ നിന്നെ കൂട്ടി ഇങ്ങോട്ട് വന്നത്. ആ ധൈര്യം നീ കൈവിടണ്ട പ്രേമ. നീ ഇങ്ങനെ പേടിക്കാണ്ടിരിക്കെ. ആ നിൽക്കുന്നവനെ 7ാം ബ്ലാക്ക് ബെൽറ്റാ. അണ്ടല്ലൂർ കാവിലെ ഉത്സവത്തിന് 50 പേരെയാ അവൻ ഇടിച്ച് താഴെയിട്ടത്. പിന്നെ എന്റെ കാര്യം അത് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. നീ ധൈര്യമായിട്ട് പോയി കട തുറക്ക. നിന്റെ ദേഹത്ത് ഒരു പൊടി പോലും വീഴില്ല. ശേഖരനാ പറയുന്നത്. അണ്ടല്ലൂർ കാവും 7ാം ബ്ലാക്ക് ബെൽറ്റ് ഒക്കെ സത്യം തന്നെയാണോ എന്തോ. വേണ്ട. കുമാരേട്ടനില്ലാതാവുന്നതിനെ കുറിച്ച് ഒരാൾ ആലോചിക്കുന്ന പോലും ഞങ്ങൾ സഹിക്കില്ല. ഞങ്ങളുടെ അച്ഛന്റെ സ്ഥാനത്താണ് ആ മനുഷ്യൻ. ശേഖര, അടിക്കണവനെ ഇപ്പോഴാ അടിക്കണവനെ. ശേഖരന്റെ നാട്ടി മേടിച്ച് നീ അടങ്ങൂല്ലടാ. അടി അടി. എവിടെ? ഓടിക്കോ ഓടിക്കോ ഓടിക്കോടാ നത്ത, ഓടിക്കോ. നിനക്ക് പ്രാന്താളി വേടാ പന്നി. ഓടിക്കോ പ്രേമ, പതിയെ പോടാ. എനിക്ക് ദേശത്തെ വഴിയേറിയില്ലാന്ന്. ഓടാ തല്ലുകൊള്ളി. മുതലാളി മുതലാളി മുതലാളി. ഈശ്വരാ, ഇയാടെ കാറ്റ് പോയോ? പൈന്റ് പൈൻ്റെങ്കിൽ പൈന്റ്. മുതലാളി, എന്റെ സ്കൂട്ടർ എന്റെ സ്കൂട്ടർ എന്റെ സ്കൂട്ടർ. മുതലാളി ഒന്ന് അടങ്ങ്, നമുക്കെല്ലാം ശരിയാക്കാം. എങ്ങനെ ശരിയാക്കാം? അവന്മാരെ വെറുതെ വിടില്ല. പണ്ട് ലണ്ടനിൽ നിന്ന് വന്ന ഒരു ഗ്രിഗറി സേപ്പ് എന്റെ മുത്തച്ഛന് സമ്മാനമായിട്ട് കൊടുത്താ അത്. ഇയാളുടെ മുത്തച്ഛൻ ബ്രിട്ടീഷുകാരുടെ ഒറ്റുകാരനായിരുന്നില്ലേ? ടോട്ടൽ ജനറേഷനേ ശരിയല്ല. നീ ഇങ്ങനെ വിഷമിച്ച് നിൽക്കാതെ എന്തെങ്കിലും ഒന്ന് പറയടാ. ഞാനിനി എന്താ ചെയ്യാ? മുതലാളി, ആവേശം ഒന്നിനൊരു പരിഹാരമല്ല. കാര്യം നമ്മൾ നാറികളാണെങ്കിലും ഇത്തവണ ന്യായം നമ്മുടെ പക്ഷത്താ. സാക്ഷി പറയാൻ ഒരുത്തനെങ്കിലും കിട്ടിയാൽ മതി. നമുക്ക് അവന്മാരെ പൊക്കാം. ഞാനൊന്ന് നോക്കട്ടെ.